പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇയേഴ്സ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രിന്റിംഗ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുക്സ് പബ്ലിഷ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചൈനയിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രിന്റിംഗ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് AD 594 AD 594 എന്ത് ചെയ്യുന്നത്, ബുക്സ് ഇൻ ചൈന വെയർ പ്രിന്റഡ് ഓൺ പേപ്പറിൽ ഈ പറയുന്ന ചൈനയിൽ ബുക്സ് പ്രിന്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കുക, ചൈനയിൽ ഏർലിയർ ടൈമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സിലേക്കുള്ള എക്സാമിനേഷനൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിലേക്ക് ഓഫീസേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്ത് ത്രൂ ആണ്, എക്സാമിനേഷൻ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്പർ ഓഫ് ബുക്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഡിമാൻഡ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ മെർച്ചൻസും ട്രേഡേഴ്സൊക്കെ കൂടുതലായിട്ടും അവരുടെ കാര്യങ്ങൾ ഡാറ്റാസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് ഇതുപോലുള്ള പേപ്പേഴ്സിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചൈനയിലായിരുന്നു ഈ ഒരു കൾച്ചർ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 78 ടൈമിലാണ് ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ് ജപ്പാനിൽ ഈ ഒരു ടെക്നോളജി, ചൈനയിൽ നിന്നാണ് അവർ എവിടേക്ക് കൊണ്ടുപോകുന്നത്, ജപ്പാനിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി എന്ത് ചെയ്യുന്നത് അവിടേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമ്മൾ പറയുന്നത് 1868 AD ദ ഫസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഡയമണ്ട് സൂത്ര എന്ന് പറയുന്ന ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1868 AD. ഓക്കെ, ഇതെല്ലാം AD ആ ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് വെക്കാം. ദെൻ നമ്മൾ പറയുന്നത് 1295 മാർക്കോ പോളോ എവിടേക്ക് റിട്ടേൺ ചെയ്യുന്നത്, ഇറ്റലിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രിന്റിംഗ് കൾച്ചർ എന്ന് പറയുന്ന ഐഡിയ എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഐഡിയ കണ്ടെത്തുന്നു, നമ്മൾ കൊറോണ വൈറസ് ഒക്കെ കണ്ടെത്തുക അല്ലെങ്കിൽ ആരംഭിച്ചതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്നു, അത് വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഒരു ന്യൂ ടെക്നോളജി ഒരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവിടെ ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളാണ് അവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഐഡിയാസ് എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് ഗ്ലോബലൈസേഷനൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ ഒരു ഇയർ പ്ലാനിൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആവുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന നമുക്ക് 1448 ഗുട്ടൻബർഗ് എന്ത് പെർഫെക്റ്റ് ചെയ്യുന്നത്, ഒരു പ്രിന്റിംഗ് പ്രസ് പെർഫെക്റ്റ് ചെയ്യുന്നത്. അതോടുകൂടി അതുവരെ ഉണ്ടായിട്ടുള്ള ഹാൻഡ് പ്രിന്റിംഗ് മെത്തേഡ്, ഈ ചൈനയിലാണെങ്കിലും വുഡ് ബ്ലോക്ക് ഹാൻഡ് പ്രിന്റിംഗ് മെത്തേഡ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ആ ഒരു മെത്തേഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മെത്തേഡിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിനുശേഷം പ്രിന്റിംഗ് പ്രസ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ബുക്സുകളൊക്കെ പബ്ലിഷ് ചെയ്യാനും പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ആദ്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബുക്സ് ഒന്നും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അത് അഫോർഡബിൾ ആയിരുന്നില്ല, പ്രൈസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ പ്രൈസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക്, വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ബുക്സ് അഫോർഡബിൾ ആയിരുന്നെങ്കിൽ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്യുന്നതോടുകൂടി എന്ത് അവൈലബിൾ ആവുന്നുണ്ട്, ചീപ്ലി ബുക്സ് ഒക്കെ അവൈലബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 1450 to 1550 വരെയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, യൂറോപ്പിൽ എൻറ്റയർ ആയിട്ടും ഈ പറയുന്ന പ്രിന്റിംഗ് പ്രസ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രിന്റിംഗ് പ്രസ് സ്പ്രെഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റൈറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബുക്ക് സെല്ലേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ അധികം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോട്ട്സ് ഓഫ് ചേഞ്ചസ് എൻ്റെ ഏത് വേൾഡിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ പുതിയ അപ്രൈസിങ്സിനൊക്കെ ഉള്ള, അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ് ആണ്. ഓക്കെ, റൂസോ പോലെയുള്ള, വോൾട്ടയർ പോലെയുള്ള, മോണ്ടസ്ക്യോ പോലെയുള്ള തിങ്കേഴ്സിൻ്റെ ഐഡിയാസാണ് ഫ്രഞ്ച് റവല്യൂഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഐഡിയാസ് പീപ്പിൾസിലേക്ക് എത്തുന്നത് എന്ത് ത്രൂ ആണ്, പ്രിന്റിംഗ് മെറ്റീരിയൽസ് ത്രൂ ആണ് പീപ്പിൾസിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിന്റ് വലിയ രീതിയിൽ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, സോഷ്യൽ സിറ്റുവേഷനിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1415 to 1515 വരെയുള്ള പീരീഡ് വലിയ മാറ്റങ്ങൾ തന്നെ എവിടെ ഉണ്ടാവുന്നുണ്ട്, എൻറ്റയർ യൂറോപ്പിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മളിവിടെ പറയുന്നത് മാർട്ടിൻ ലൂതർ, റിലീജിയസ് റീഫോർമേഷനൊക്കെ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ള പേഴ്സണാണ് മാർട്ടിൻ ലൂതർ. ഓക്കെ, 1570 മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യുന്നത്, റോമൻ കാത്തോലിക് ചർച്ചിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് 95 തീസിസ് എന്ത് ചെയ്യുന്നത്, പുറത്തിറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റിലീജിയസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേയധികം ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, വളർന്നു വന്നിരുന്നു എന്നുള്ളതാണ്. അതുവരെ കിങ് എന്ന് പറയുന്നത് ഗോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്, ക്ലേർജിയെ ക്വസ്റ്റ്യൻ ചെയ്യരുത്, ഇങ്ങനെ ഉണ്ടായിരുന്ന കൈൻഡ് ഓഫ് ഐഡിയാസിനൊക്കെ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമുള്ള കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളോട് ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ പോകുമ്പോൾ പറയാണ് ആ ക്ലാസ്സിലേക്ക് നോക്കരുത്, നിങ്ങൾ പോകുമ്പോൾ നെക്സ്റ്റ് ഡോറിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നോക്കരുത് എന്ന് നിങ്ങളോട് ടീച്ചർ പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്തിരിക്കും, നോക്കിയിരിക്കും. അതുവരെ നിങ്ങൾ നോക്കാത്ത മക്കളായിരിക്കും. പക്ഷേ ടീച്ചർ പറഞ്ഞു ആ ക്ലാസ്സിലേക്ക് നോക്കരുത്, അപ്പോൾ സംതിങ് ഇസ് ദെയർ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ നോക്കി പോകും. പക്ഷേ അന്നത്തെ ജനങ്ങൾ അങ്ങനെ ആയിരുന്നില്ല.
ഇങ്ങ് പറയാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നില്ല. പക്ഷേ ഈ പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് അവരിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് ഞങ്ങൾ നോക്കിക്കൂടാ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ക്വസ്റ്റ് അവരിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു, പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ആര്? മാർട്ടിൻ ലൂതർ നമുക്ക് കാണാൻ സാധിക്കും റിലീജിയസ് റിഫോർമേഷനിൽ. പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തമിഴ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1519 നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചിയിലാണ് ഫസ്റ്റ് തമിഴ് ബുക്ക് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 1710 ഡച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് പ്രിന്റഡ് തമിഴ് എന്ന് 32 തമിഴ് ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്രിസ്ത്യൻ മിഷണറീസ് ആണ്, എസ്പെഷ്യലി പറയുന്ന ഔട്ട്സൈഡേഴ്സ് ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതലായിട്ടും പ്രിന്റിംഗ് മെറ്റീരിയൽസും പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ ഫസ്റ്റ് മലയാളം ബുക്ക് പ്രിന്റ് ചെയ്യപ്പെടുന്നത് 1713 ഓക്കെ, ഫസ്റ്റ് മലയാളം ബുക്ക് പ്രിന്റ് ചെയ്യപ്പെടുന്നത് 1713 ആലോചിച്ച് നോക്കുക, മലയാളത്തിലുള്ള ഫസ്റ്റ് ബുക്ക്. ദെൻ 1810 രാമചരിതമാനസ് ഓഫ് തുളസിദാസ് വാസ് പ്രിന്റഡ് ഇൻ കൊൽക്കത്തയിൽ വെച്ചിട്ട് രാമചരിതമാനസ് എന്ന് പറഞ്ഞ തുളസിദാസിന്റെ ബുക്ക് പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഏത് വർഷമാണ്? 1810 നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1821 സമ്പാദ് കൗമുദി ബിഗാൻ ടു പബ്ലിഷ് ഇൻ ബൈ രാജാറാം മോഹൻ റോയുടെ സമ്പാദ് കൗമുദി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഏത് വർഷമാണ്? 1821 ദെൻ 1822 പേർഷ്യൻ ന്യൂസ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഷംസുൽ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 1871 ഗുലാംഗിരി എന്ന് പറയുന്ന ബുക്ക് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ കൊളോണിയൽ റൂൾസിനെ ആരാണോ ഒപ്പോസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് റീജിയണൽ ലാംഗ്വേജിലുള്ള പ്രസ്സിന് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിന് എന്ത് ചെയ്യാണ്, സെൻസർഷിപ്പ് കൊണ്ടുവരാണ് വെർണാക്കുലർ പ്രസ് ആക്ടോട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1878 ഓക്കെ, 1878 വെർണാക്കുലർ പ്രസ് ആക്ട് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ പ്രസ് ആക്ടിന് അഗെയിൻസ്റ്റ് വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്, പീപ്പിൾസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഈ ഒരു ആക്ട് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ പറയുന്നത് 1907 പഞ്ചാബ് റവല്യൂഷണറീസ് വെർ ഡിപ്പോർട്ടഡ് ഓക്കെ, പഞ്ചാബ് റവല്യൂഷണറീസിനൊക്കെ നാട് കടന്നത് 1907 നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1930s ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. ഇത് പ്രിന്റിംഗ് മെറ്റീരിയൽസിനും വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം എല്ലാ റീഡേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബുക്കുകൾ അഫോർഡബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കൈൻഡ് ഓഫ് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സും അങ്ങനെയുള്ള ബുക്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും വർഷങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇയേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, 3 ക്ലാസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും അടിപൊളിയായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.